നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ക്യാപ്സിക്കം റൈസ്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി അരിയാണ്. വേവിക്കുന്നതിന് മുന്നേ 1 കപ്പ് ഉണ്ടായിരുന്നു. അത് ഉപ്പ് ചേർത്ത് വേവിച്ച് പെർഫെക്റ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ല കൈമ അരിയോ പച്ചരിയോ സോന മസൂരി അരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിലോ സ്ക്വയർ ആയിട്ടോ ട്രയാങ്കിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. റെസിപ്പിക്ക് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്, റോസ്റ്റ് ചെയ്ത നിലക്കടല. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 2 തണ്ട് കറിവേപ്പില എടുക്കാം. അവസാനമായി ഒരു 4 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണ്. ഇത് കുറച്ചധികമായിട്ട് പൊടിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഏത് തരം റൈസ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ ഈ പൊടി ചേർക്കാം. ഇല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം. ദോശ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണിത്. കുട്ടികൾക്കൊക്കെ നന്നായിരിക്കും. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന 2-3 മാസത്തോളം ഈ പൊടി നിൽക്കും. ഇതിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഒരു വാം സ്റ്റേജ് എത്തുമ്പോൾ മിക്സർ ജാറിലേക്ക് ഇട്ട് ഒന്ന് തരിതരിപ്പായി പൊടിച്ചെടുക്കുക. അധികം സ്മൂത്തും അല്ല, എന്നാൽ അധികം വല്ലാതെ അങ്ങ് തരിതരിപ്പായിട്ടും അല്ലാത്ത രീതിയിൽ പൊടിച്ചെടുക്കാം. ഇനി അതേ പാൻ തന്നെ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. വെളുത്തുള്ളി കഴിക്കാത്തവർക്ക് ഇത് ഒഴിവാക്കാം. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിലക്കടലയുടെ നിറം ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. രുചിക്ക് വേണ്ടി ഒരു 2 തണ്ട് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ക്രിസ്പ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് ബ്രൗൺ നിറാക്കി എടുക്കൊന്നും വേണ്ട. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിരുന്നാൽ മതി. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം പച്ച തന്നെ വേണമെന്നില്ല, ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ പച്ചക്കാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും കോസ്റ്റ് കുറവുള്ളതും ഗ്രീൻ ക്യാപ്സിക്കമാണ്. കഷ്ണങ്ങളിലേക്ക് വേണ്ടിയുള്ള പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവുമൊന്നും വേണ്ട, ഒരു ചെറിയ ക്രഞ്ച് നിൽക്കുന്ന പാകത്തിനാണ് നമുക്ക് വേണ്ടത്. കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. റൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പൊടിയും കൂടെ ചേർക്കുകയാണ്. നമ്മളിതിൽ കുരുമുളകും വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പൊടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ എരിവിനനുസരിച്ച് ആ 2 ഇൻഗ്രീഡിയൻസും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിലെ ആകമാനം ഒന്ന് പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബെസ്റ്റായിട്ട് വരുന്നത് പിക്കിളോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ ആണ്. ഇതിലിപ്പോൾ നമ്മൾ പുളിരസം ഒന്നും ചേർക്കാത്തതുകൊണ്ട്. ഇനി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ വാളൻ പുളിയുടെ രസം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കറിയേ വേണ്ട.
പിന്നെ തക്കാളി ചട്നിയുടെ ലിങ്ക് ഞാൻ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.